ഹായ്, ഞാൻ വിചിത്ര മലമ്പുഴ. ഇന്ന് ഞാനൊരു ചക്കക്കുരു അവിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാത്രത്തിൽ ഇതാ ചക്കക്കുരു വേകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മുടെ ചക്കക്കുരു അവിയലിന് ആവശ്യമായ നമുക്ക് മുരിങ്ങക്കായ ആവശ്യമാണ്. ചക്കക്കുരു അവിയലിന് നമുക്ക് അതിന് മുരിങ്ങക്കായ വലിക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പറിച്ച മുരിങ്ങക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഇടാം. ഇതാണ് മുരിങ്ങക്കായ. ഇത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചക്ക അവിയലിനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് തേങ്ങ ഇടാം. ഞാൻ ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ ജീരകം, ഞാൻ പൊടിച്ച ജീരകമാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചക്കക്കുരുവും മുരിങ്ങക്കായും നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ഒഴിക്കാം. ഇളക്കി മറിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അവിയൽ. ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ട അവിയൽ. ഈ അരപ്പൊക്കെ ഒന്ന് ആ ചക്കക്കുരുവിലും മുരിങ്ങക്കായിലും നന്നായി പിടിക്കണം. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് താളിക്കേണ്ട ആവശ്യമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഇറക്കാം. ഇപ്പോൾ രുചികരമായ ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ട അവിയൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്.